ഒത്തിരി ചായയുടെ വെള്ളം ചോദിച്ചിട്ട് നേരെ എത്രയായി? ചൂട് മാറ്റിയിട്ടില്ല. നിങ്ങളോട് സ്വർണത്തിന്റെ കാര്യം മട്ടെന്തായി? സ്വർണോ ഒറ്റ ദിവസം കൊണ്ട് എടുത്തു തരാം മോളേന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് പണയം വെച്ച ഓർമ്മയില്ലേ? എപ്പോ കായ് കിട്ടട്ടെ, കായ് കിട്ടുമ്പോ എടുത്തു തരും. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാൻ പറയണത് ഒന്നും നിങ്ങൾ കേൾക്കൂല. ഇപ്പൊ തന്നെ ആ വാസുട്ടിയേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണ്ടെന്ന് ഞാൻ എത്ര പറഞ്ഞതാണ്. എന്തപ്പോ എന്റെ ആവശ്യം? സ്വർണ്ണ അതപ്പോ വാസുട്ടിയേട്ടനോ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ വല്ല സൗകര്യം ഉണ്ട്, നമുക്കൊരു മനസമാധാനം ഉണ്ട് ഇവിടെ. എന്തപ്പോ മനസ്സമാനത്തിന് കുറവ്? ഓരോ അവിടെ താമസിക്കണ, നമ്മളിവിടെ താമസിക്കണേ. എന്തപ്പോ സമാനത്തിന് ഒരു കുറവ് ഇവിടെ? നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. മൂപ്പര് കള്ളും കുടിച്ച് വന്ന് വെറുതെ ഇവിടെ കിടന്ന് ബേളവും. എവിടെ ഇവിടെ കിടന്നിട്ടോ? ആ റൂമിലല്ലേ എന്റെ റെസിജ് എന്തിനാ അങ്ങോട്ട് എത്തി നോക്കാൻ? നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. എനിക്കിപ്പോ മനസമാനത്തോടെ നിസ്കരിക്കാൻ പോലും പറ്റണില്ല. അറിയാമോ എന്താണ് നിസ്കരിക്കണേന് കുഴപ്പം? എനിക്കിവിടെ മൂപ്പര് കള്ളും കുടിച്ചെന്ന് ഒച്ചത്തിലല്ലേ പാട്ട് പറഞ്ഞ്. ഞാൻ ഇതുവരെ കേട്ടില്ല. നിങ്ങൾ കേൾക്കൂല. ഇപ്പൊ തന്നെ മിഞ്ഞാന്നാള് സന്ധ്യ സമയത്ത് മഗ്‌രിബിന്റെ സമയത്ത് ഞാൻ ഖുർആൻ ഓതായിരുന്നു. എനിക്ക് ഒരു സൗകര്യം തന്നിട്ടില്ല. എന്താ എന്നോട് എന്താ പറഞ്ഞു മൂപ്പര്? ഇന്നോട് പറയല്ല, അവിടെ കിടന്ന് ബഹളം വെക്കാണെന്ന്. പാട്ടുപാടേ? ആ പാട്ട് ഏത് പാട്ടാണ് നിങ്ങൾക്ക് അറിയണപ്പോ? ചോദിക്കല്ല ഞാൻ അങ്ങനെ പാട്ട്, അങ്ങനെ പാട്ട് ഏതാ ചെന്ന പാട്ട് പാടിയില്ലേന്ന് ചോദിക്കാലോ. അവനക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, അത് കാരണാണ്. ആശാന ഈ ആഴ്ച നാട്ടിൽ പോടുന്നുണ്ട്. അല്ല, ശമ്പളം മേടിച്ചൊന്ന് പോകുന്നു. ശമ്പളമായിട്ടൊന്ന് തരുന്നോ? ശമ്പളം? ശമ്പളം മേടിച്ചിട്ട് പോവാനോ? തെയ്യുണ്ട് നാട്ടില്. ആഹാ, അത് ശരി. ആദ്യേ ആ സൂചിയിൽ നൂലൊന്ന് ശരിക്കും കോർക്കാൻ പഠിക്കും, എന്നിട്ട് എനിക്ക് ശമ്പളം മേടിക്കാം. അതന്നെയല്ലേ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന. ഇവിടെ കുടുക്കുമൊക്കെ ഇങ്ങനത്തെ സാധനമല്ലേ ചെയ്യുന്നത്. ഇതിലെ പോകുന്ന പമ്പുണ്ടല്ലോ, കോളേജിൽ പോകുന്നേ, എപ്പോഴും നോക്കി ചിരിക്കും നമ്മളാ. ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നതാണെന്നില്ല എപ്പോഴും ഇത് നോക്കുള്ളൂ. എന്നെ നോക്കി ചിരിക്കേ? അത്ര വലിയ സുന്ദരനാ? എന്നെ പനെ നോക്കി ചിരിക്കാത്ര. അവരുടെ കൂടെ ഉള്ളവരെ നോക്കി ചിരിക്കാൻ അവർക്ക് നേരം കിട്ടണില്ല, പിന്നെ ഇപ്പൊ പനെ നോക്കി ചിരിക്കണേ. എടാ ദജ്ജാലെ, ഈ ആദ്യത്തൊന്നും നേരെ ചൊവ്വ കോർക്കാൻ പഠിച്ചാലല്ലേ അടുത്ത് പറഞ്ഞുതരാൻ പറ്റുക. ഒരു പണി അറിയിച്ചേക്കേണ്ട കാലമായിട്ട് വെറുതെ എന്നിട്ട് ഓണിക്ക് ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞേ. എന്റെ തന്നെ നല്ല പൈസ ഇല്ലാതെ നട്ടം തിരിഞ്ഞ് നടക്കാൻ ഞാൻ. അതിന്റെ ഇടക്ക് വേറെ ഇടങ്ങളുണ്ടായതായിരുന്നു ഈ ജോസേ. എന്ത് പറ്റി? ഞാനെടോ ചങ്ങായി റസിയാടെ എന്നൊരു വള മേടിച്ചിട്ട് ഒന്ന് പണയം വെച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിലേ. അപ്പൊ ഒരു കൊല്ലത്തോളായിട്ടായി ഞാൻ ഒരു പ്രാവശ്യമായിട്ടാ അടുത്തുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത് കായില്ലാണ്ടൊക്കെ ആയിട്ട് ഞാൻ മറന്ന്, അത് പിന്നെ അടക്കാൻ മറന്ന്. ഇപ്പതാ ഒരു 2-3 ആഴ്ച മുമ്പ് നോട്ടീസ് വന്നേക്കണേ. അതിപ്പോ ലേലം ചെയ്യാൻ പോവാണ്, വേഗം വന്നിട്ട് എടുത്തോളി. അല്ല ലേലം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അടുപ്പിച്ച് 2-3 പ്രാവശ്യം 10ന്റെ പൈസ എനിക്ക് കയ്യിലും ഇല്ല. അതെന്ത് വർത്താനമാണ് ഈ പറയിക പറയണ? 10ന്റെ പൈസ ഇല്ലെന്ന്. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ ആ ഒരു വാടകയുടെ കേസിൽ ഇടപെട്ടതും വാസൂട്ടീനായിട്ട് മറ്റേ കുറ്റിയടിക്കാൻ പോയതിലും ഒക്കെ ഒരു 25 രൂപയോളം പരീക്കാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മുഴുവൻ കൊണ്ടുപോയി ചെലവാക്കിയ 25,000 ഉറുപ്പിന്റെ ഉണ്ട്. അയ്യോ പോരല്ലോ, ഇനിയും 10-25,000 ഉറുപ്പിയാണ് ഞാൻ ഓൾഡത്തായി ചോദിച്ചത്. അപ്പൊ ആ 25,000 കൊണ്ട് അടക്കുന്ന അപ്പൊ ഒരു സമാധാനം കിട്ടൂലേ? അത് പോരടാ, ഇനിയും ഒരു 10-25,000 ഉറുപ്പ്യ വേണം. ഇത് ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഓളുടെ കാല് പിടിച്ച് ഞാൻ ഓൺലൈൻ കയ്യില്ലാണ്ടാണ് 10ന്റെ പൈസക്ക് തരൂല. പിന്നെ ഈ വാടക കിട്ടുന്ന കാര്യമൊക്കെ പിന്നെ എടുക്കാൻ കൊണ്ടുപോയി ചെലവിനും കൂടി 10ന്റെ പൈസ ഞാൻ മേടിക്കുന്നില്ല. ജോസോട്ടി, റസിയാത്തൊക്കെ പൈസ നല്ലോണുണ്ട്, പക്ഷെ ബുദ്ധിയില്ല. പക്ഷെ എന്റെ ഇക്കാക്കൊക്കെ അങ്ങനെയല്ല, രണ്ടുമില്ല. ശരിയാണോ പറഞ്ഞത്? അത് ശരിയാണ് അല്ലേ? അതെ, ഇപ്പൊ അനക്ക് എവിടുന്നെങ്കിലും ഒരു കുറച്ച് കായ് ഒപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടോ? നോക്കട്ടെ. വന്ന വലിയ സഹായാവും ജോസഫ്, ഒന്ന് ശ്രമിച്ചു നോക്കടാ. ഒരു ശ്രമം നടത്തട്ടെ. അപ്പൊ ഇന്ന് കിട്ടിയ എന്ന് തന്നെ എടുക്കേ, എന്നാ പിന്നെ അത് പരിപാടി കഴിഞ്ഞായി. നോക്കട്ടെ, നാളത്തേക്കുള്ളിൽ നമുക്ക് എടുക്കാം.
ഈ ഒന്ന് ശ്രമിച്ചു നോക്ക് കേട്ടോ. ഞാനേ ആ ഒന്ന് കറങ്ങട്ടെ. അത് ശരി. ഇന്ന് കിട്ടാച്ചെന്നെ കൊണ്ടുപോയി ഇറക്കാം. നോക്കട്ടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഓട്ടെ അത്രയും എടുത്തേ. എന്താടാ കള്ള നായി ചിന്നോട് പറഞ്ഞായി എന്റെ കായി ഇല്ല ബുദ്ധി ഇല്ലാന്നോ? ശരിയല്ലേ? അത് ഓർക്ക. പരീക്ഷയില്ലേ? ഇല്ല. ആണോ? എവിടെ പോയി? കടയിലില്ല. കടയിലില്ലല്ലോ. പുറത്തേക്ക് എവിടെയോ പോയി. അയ്യോ എന്തേ? ഇല്ല, പരീക്ഷ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയണ്ട് പോവാന്ന് കരുതിട്ടാണ്. എന്താണ് എന്നോട് പറയ്. അതെ, നമ്മുടെ ജംഗ്ഷനിലെ ലോഡ്ജില്ലേ, ആ ലോഡ്ജിൽ പുതിയൊരു സിദ്ധം വന്നിട്ടുണ്ട്. പ്രൊഫസറാണ് പുള്ളി. ഏത് കോളേജിലെ പ്രൊഫസർ? കോളേജിലല്ല, പുള്ളി വലിയ സിദ്ധനാണ്. പേരെടുത്ത പുള്ളിയുടെ അടുത്ത് ഗുളിക യന്ത്രം എന്നോ എന്തോ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിൽ എന്ത് കാര്യം വിചാരിച്ചാലും ഈ യന്ത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് അച്ചിട്ടാണ്. ഭയങ്കര പേരെടുത്ത ആളാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ 2 ആഴ്ച പുള്ളി ഉണ്ടാവും. അപ്പൊ പത്രത്തിലൊക്കെ പരസ്യം ഇട്ടിട്ടുണ്ട്, ബുക്ക് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. അല്ല, ഈ പറഞ്ഞ സംഭവമൊക്കെ ശരിക്കും നടക്കണതാ? നടക്കും. റസീന്റെ പുള്ളകളിക്കാണ്. അല്ല, എങ്ങനെ നടക്കും? ഇയാള് തിരുവല്ലാമലയിലാണ് ഇയാളുടെ ഹെഡ് ഓഫീസ്. മനസ്സിലായ? അവിടെ കലാമണ്ഡലത്തിൽ ഡാൻസ് പഠിക്കാൻ ആഗ്രഹമായിട്ടൊരു മിസ്സി വന്ന അമേരിക്കയിൽ നിന്ന്. താളബോധം എന്ന് പറഞ്ഞാൽ ഒരു സാധനം അറിഞ്ഞൂടാ. അവർക്ക് പഠിക്കേണ്ടതാ കുച്ചിപ്പുടി, മോഹിനിയാട്ടവും ഭരതനാട്യവും. ഇവര് വന്ന് ചേർന്നും പോയി, ഒന്നും പഠിക്കാനും പറ്റണില്ല. അവസാനം ആരോ പറഞ്ഞിട്ട് ഈ പ്രൊഫസറുടെ അടുത്ത് ചെന്ന് ഈ ഗുളികേന്ദ്രം മേടിച്ചുണ്ടെന്ന് വെച്ചാൽ അവര് കിടക്കണേന്റെ തലങ്ങന്റെ അടിയിൽ വെച്ച്. എന്റെ പൊന്നോ, അവരിപ്പോ വലിയ പേര് കേട്ട നർത്തകിയല്ലേ. മലയാള സിനിമയിലൊക്കെ ഉണ്ട് ഇപ്പൊ അവര്. ഒരു മിസ്സി ഇപ്പൊ റസിയാടെ വാപ്പാടെ മറ്റേ കൂട്ടുകാരനുണ്ടല്ലോ, ആ കടയുള്ള നാണപ്പനായര്. നാണപ്പനായരുടെ റൂം വാടക എടുത്തിട്ട് പലചരക്കട നടത്തല്ലേ സൂപ്പറൻ. അയ്യോ, അത് വലിയ കേസായിക്കണ്. കേസാണെന്ന 10-15 കൊല്ലം അയാളുടെ ആയുസ് മുഴുവൻ കേസ് നടത്തി ഇവനൊന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവനെന്തോ 10 ലക്ഷം രൂപയായിട്ട് നഷ്ടം ചോദിച്ചത്. പുള്ളി എന്ത് ചെയ്ത് ഇത് പറഞ്ഞ് കേട്ടിട്ട് ഈ പ്രൊഫസറെ പോയി കണ്ടിട്ട് ഈ ഗുളിക യന്ത്രം മേടിച്ച് തലക്കും ഭാഗത്ത് വെച്ച് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ കാണുന്ന സൂപ്പറൻ ബാധക്ക നിൽക്കുകയാണ്. എൻ്റെ നാണപ്പനായരെ, ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ കട ഒഴിഞ്ഞു പോയിക്കോളാന്ന്. ഇയാൾ അന്തിച്ചു പോയി. അപ്പൊ പറഞ്ഞു നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ന്യായമായിട്ട് ഞാൻ തരാന്ന് പറഞ്ഞപ്പോ കാലയിൽ വീണിട്ട് പറഞ്ഞു എനിക്ക് 10ന്റെ നയാ പൈസ വേണ്ട, ആ സാധനങ്ങളൊന്ന് പുറത്തിറക്കാനുള്ള ഒരു നേരം മതി. അതുകൊണ്ടല്ലേ അതിശയം. അപ്പൊ പരീക്ഷക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞാൻ കേട്ടപ്പോ തന്നെ ഉറഞ്ഞൊന്ന് മേടിച്ചാന്ന്. പിന്നെ ജെസിയുടെ പാർലറിന്റെ തൊട്ടിപ്പുറത്ത് അവൻ ഭയങ്കര മെനകേടാണ്. അവൻ ഒന്നും വിൽക്കാനല്ല, വെറുതെ കാലത്തെ മേശയിട്ട് വന്നിരിക്കും. അവൻ പിള്ളേരെയും വിളിച്ചുകൊണ്ട് വരും, അവിടെ ഇരുന്ന് അലമ്പ. അപ്പൊ ഇവനെ ഓടിക്കണമെന്ന് അവള് കുറേ നാളായി പറയണ്. തല്ലുപിടുത്തൊന്നും ഉണ്ടാക്കണ്ടല്ലാന്ന് ഓർത്ത് ഞാൻ ഊട്ടറിൽ പോയി ഒരു 25,000 രൂപയുടെ ഒരു സാധനം മേടിച്ചുണ്ടെന്ന് വെച്ച് അവനത് ഒഴിഞ്ഞിട്ടുണ്ട് പോയി. നമ്മളത് എടുത്തിട്ട് പാർലർ വലുതാക്കിയല്ല. ഇതൊന്നും ആരോടും പറയണ്ട കേട്ടാ, ഞാൻ റസിയെ ചോദിച്ചോണ്ട് അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. അന്ന് ഞാൻ പോയിക്കോട്ടെ എന്നാ. അത് പരീക്കാനോട് ചോദിച്ചിട്ട് മതി, പുള്ളി സമ്മതിക്കൂല. അല്ല, അതല്ല, മൂപ്പരത് അറിയാത്താണ് നല്ലത്. ഒന്നാമത്തെ കാര്യം, മൂപ്പർക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. അതാണ് വിശ്വാസം വേണ്ട ഇതിലൊക്കെ. അപ്പൊ റസിയാക്ക് എന്തെങ്കിലും ഇതുണ്ടോ, കാര്യങ്ങൾ നടക്കാൻ വല്ലതും ഉണ്ടോ? കാര്യങ്ങളുണ്ട്, വാങ്ങിയാ നടക്കൂട്ടാ. ഏറ്റവും വലുവില്ല, നടന്നില്ലേ പുള്ളി പൈസ തിരിച്ചു തരും, റീഫണ്ടബിൾ ആണ്. എത്ര രൂപയാണ്? അതിപ്പോ ഈ ഒഴിപ്പിക്കണ കേസ് കെട്ടിനൊക്കെ 25,000 രൂപ ആവുന്ന പറഞ്ഞു കേട്ടത്. ഡാൻസിനൊക്കെ പൈസ കൂടുതലാണ്. ഡാൻസ് അല്ല, തൽക്കാലം 25,000 മതി. നിങ്ങൾ നിൽക്കുക, ഞാൻ എടുത്തിട്ട് പറ്റേ. എന്നാ വേഗം എടുത്തുണ്ടോ, ഞാൻ ഇതും കൂടി കേൾക്കണമല്ലോ.